ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ റിസ് വേൾഡ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായി ഒരു പാത്രത്തിലേക്ക് കുരുമുളകും പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, ചിക്കൻ മസാല, ഗരം മസാല, മാഗി ക്യൂബ് ഇടുന്തോറും ടേസ്റ്റ് കൂടും. 5 or 6 ഇടാവുന്നതാണ്. മന്തി മസാല, കശ്മീരി ചില്ലി പൗഡർ, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 4 കിലോ അരിക്ക് 6 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3-4 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കാം അരമണിക്കൂറോളം. അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇവിടെ 1 മണിക്കൂറാണ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. നമ്മൾ കൂടുതൽ വെക്കുന്തോറും ചിക്കൻ്റെ ടേസ്റ്റ് കൂടി വരും. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. അത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരി വേവിക്കാനായി ഉള്ള വെള്ളത്തിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്കായ, കറാമ്പൂവ്, പട്ട, കുരുമുളക്, മാഗി ക്യൂബ്, ജീരകം, ഉണക്കനാരങ്ങ എന്നിവ ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുതിരാൻ വെച്ച അരി ഇതിലേക്ക് ഇടാം. നമ്മുടെ റൈസ് ഇവിടെ 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുക. ഒരു പാത്രത്തിലേക്ക് അത് ഊറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് ദമ്മിലിടാനായി ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇടുക. ഇടുമ്പോൾ തന്നെ നന്നായി പരത്തി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇതിൽ മാഗി ക്യൂബും മഞ്ഞൾപ്പൊടിയും ചേർത്ത ഒരു വാട്ടർ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റിനാണിത് ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിലായി മല്ലിയില ഇടുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് റൈസും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ റൈസ് എല്ലാം ഇട്ടതിന് ശേഷം നേരെ പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇനി ബാക്കി റൈസും കൂടി ചേർത്ത് നന്നായി പരത്തി കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മിക്സ് അതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റൈസിലേക്ക് ഇറങ്ങി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായി നടുവിലായി പാത്രം വെച്ച് ചിരട്ടയുടെ കനൽ അതിലേക്കിട്ട് എണ്ണ ഒഴിച്ച്
അപ്പോൾ ഒരാവി വരും. അപ്പോൾ നമുക്ക് വേഗം പാത്രം മൂടി വെച്ച് ഇത് അടച്ചു വെക്കാം. ഇത് ദം ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ 1 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. ഇത് ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.